വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KR വേൾഡ്. ഇന്ന് എൻ്റെ ക്യാമറാമാൻ ഉറങ്ങുകയാണ്, അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് മിക്കി മൗസിൻ്റെ പടമുള്ളൊരു ബാഗാണ്, ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ, ചെറിയൊരു ബാഗാണ്. അപ്പോൾ ഈ ബാഗ് ഞാൻ അക്കുവിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് ഒരു ദിവസം വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് ഉപയോഗിക്കണ മൊത്തം ഞാനാണ് അന്ന് മുതൽ. അപ്പോൾ ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാഗായിട്ട് ഞാനൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ എനിക്കറിയില്ല ഇതിൽ മിക്കി മൗസ് ഉള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ട് കുറേ കുട്ടികളെല്ലാം ഉണ്ട് എൻ്റെ ചുറ്റിലും വന്ന് നിൽക്കുന്നത്. എനിക്കെന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇതിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഇടയിൽ ഇതിൽ മിക്കി മൗസിൻ്റെ പടം ഉണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഓടി ഓടി നിൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, ഇങ്ങനെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളോടെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കെല്ലാം അങ്ങനെ ഇഷ്ടമുള്ള വേറെ വേറെ. എൻ്റെ മക്കൾ പിന്നെ എൽസേനെ ഇഷ്ടമാണ്, എൽസേൻ്റെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ഒരു വളർന്നു വരുന്ന ഒരു പ്രായം, ആ പ്രായം കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ തോട്ടുകളായിരിക്കുമല്ലോ ഒരു കുട്ടീനെ സംബന്ധിച്ചുണ്ടാവുക. അപ്പോൾ ആ ഒരു കുട്ടി വളരുന്നു, അതിൻ്റെ ടീനേജ് കടന്ന് ഒരു വിവാഹ ജീവിതത്തിലേക്കെല്ലാം പ്രവേശിക്കുന്നു. അപ്പോൾ ആ ഒരു വിവാഹ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് എപ്പോഴും ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഒരു കുഞ്ഞിൻ്റെ ഒരു ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം വരുമ്പോഴേക്കും ആ സ്ത്രീയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളായിട്ട് വരുവാണല്ലോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചില അച്ഛനമ്മമാർക്ക് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യാവസ്ഥയോടുകൂടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോബ്ലങ്ങളോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജനിക്കപ്പെടുന്ന മക്കൾ, അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതായിരിക്കും അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അന്ന് തൊട്ട് ആ അച്ഛനമ്മമാരുടെ ജീവിതത്തിൻ്റെ താളം മാറുകയാണ്. അപ്പോൾ ആ സമയം തൊട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട്, കാരണം സാധാരണ ഒരു കുഞ്ഞ് നമ്മുടെ നാളത്തെ ഒരു പ്രതീക്ഷ എന്നുള്ള അവസ്ഥക്ക് പകരം ഇന്ന് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സമയം, ശ്രദ്ധ അങ്ങനെയൊക്കെ മാറുകയാണ് ആ അച്ഛനമ്മമാരുടെ ജീവിതം. പിന്നെ അവർ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ എന്തൊക്കെ ചെയ്യാം, അവനെ എങ്ങനെ വരുത്തിക്കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവരെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡിസേബിലിറ്റി പല തരത്തിലുണ്ടല്ലോ. ഇപ്പം ഒരു കാല് മാത്രം വയ്യാത്ത ആൾക്കാർക്ക് ഉണ്ടാവും, പിന്നെ അല്ലാതെ കണ്ണിന് വിഷൻ പ്രശ്നം മാത്രമുള്ളവരുണ്ടാവും, ചെവിക്ക് മാത്രം പ്രശ്നമുള്ളവരുണ്ടാവും. അപ്പം അതൊക്കെ ഒറ്റ പ്രോബ്ലങ്ങളായിട്ടല്ലേ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും ഈ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. സമൂഹത്തിൽ ഉയർന്നു വരാൻ പറ്റാതെ, ഒരു പക്ഷേ നമുക്ക് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന പല കുട്ടികളുടെയും ജീവിതം പലപ്പോഴും ഒരു മൂലയിലേക്ക് തള്ളപ്പെടുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവൻ സൊസൈറ്റിയായിട്ട് ഇടപഴകുന്നതിൽ അവന് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അതിൻ്റെ വളർത്ത് കാലഘട്ടത്തിൽ തന്നെ ആ അച്ഛനമ്മമാർ പലപ്പോഴും, നല്ല അച്ഛനമ്മമാരുണ്ട് കേട്ടോ, അത് അവയർനെസ് കിട്ടിയിട്ടുള്ള അച്ഛനമ്മമാരും ഉണ്ട്, അതിനെക്കുറിച്ച് ഒട്ടും ബോധവടല്ലാത്ത അച്ഛനമ്മമാരും ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഒരു നമ്മുടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ പഴയ ചിന്താഗതി ചിന്തിക്കുകയും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ വളരുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ ആൾക്കാർക്ക്, ഇങ്ങനെ ഒരു വികലാംഗനായ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചു, അപ്പോൾ ഇനി അവൻ നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ കുടുംബത്തിലൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്കാരുണ്ടെന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചിലാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു, ഇവൻ വളർന്ന് വരേണ്ടവനാണ്, നാളത്തെ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇവനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന പാരൻസും ഉണ്ട്. അപ്പം ഈ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന അച്ഛനമ്മമാർക്കിടയിൽ ഈ കുട്ടികൾ ജനിക്കുമ്പം ഇവൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും.
ചിലപ്പോൾ ഇവന് നല്ല സാഹചര്യമായിരിക്കും കിട്ടുന്നത്, ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സാഹചര്യത്തിൽ ഇവൻ ജീവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇവന് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല മിംഗ്ലിങ്ങും സൊസൈറ്റി ആയിട്ട് നല്ലോണം ഇടപഴകാനുള്ള അവസരങ്ങളും ഇവന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിലെല്ലാം ഇവന് നല്ല ഫ്രണ്ട്ഷിപ്പായാലും സപ്പോർട്ടായാലും ഫാമിലി സപ്പോർട്ടായാലും ഇപ്പോൾ ഫാമിലി ഫങ്ഷൻസിലായാലും ഏതിലും ഇവന് പങ്കെടുപ്പിക്കാൻ ആ കുടുംബം കാരണം ഇവനെ ചേർത്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇടപെടലുകൾ പുറത്തേക്കും ഉണ്ടാവും. പക്ഷെ ചില കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പം ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അച്ഛനമ്മമാരുണ്ടാവും. ഈ കുട്ടിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടി ജനിച്ചല്ലോ, എൻ്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നല്ലോ, അപ്പം ഞാൻ ഇവനെ അങ്ങ് ഉപേക്ഷിച്ച് കളയാം, എന്നിട്ട് അടുത്ത കുട്ടീനെ കുറിച്ച് ചിന്തിക്കാം, ആ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് കരുതി ഇത്തരം കുട്ടികൾ തള്ളപ്പെടുന്ന രീതിയിലുള്ള അച്ഛനമ്മമാരും ഉണ്ട്. അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ചിലപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാവാം നമ്മുടെ സാഹചര്യങ്ങൾ. പക്ഷെ നമ്മളൊന്നൊരു കൈ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ സൊസൈറ്റിയിൽ വളർന്നു വരാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അനുവദിക്കാത്ത കുടുംബങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ട് വലിയ ഇതില്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ കെയർ ചെയ്യാനുള്ള അത്രത്തോളം ഒന്നും ഞങ്ങൾക്കില്ല, അവനെ അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരിത് ഞങ്ങൾക്കില്ല, അവനെ അങ്ങനെ യാത്ര ചെയ്യിച്ച് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇവനൊക്കെ പഠിച്ചിട്ട് എന്തിനാണ്, ഇവനൊക്കെ ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബാവസ്ഥയും ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ കുട്ടികൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജനിക്കുന്നത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ എഴുതുന്നതിൽ മാത്രമാണ്, ആ ഒരു ലിപിയിൽ മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും മനസ്സ്, ആ മനസ്സാണ്, എല്ലാവർക്കും മനസ്സുണ്ട്. അതിപ്പോൾ ഒരു കാഴ്ച ഇല്ലാതാവട്ടെ, ചെവി ഇല്ലാതാവട്ടെ, എന്തോ ഒരു വൈകല്യാവസ്ഥ ഫേസ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് വൈകല്യാവസ്ഥയുള്ള സ്ഥിതികൾ നമുക്ക് ഇതിലേക്ക് പരിഗണിക്കാൻ പറ്റില്ലായിരിക്കും. എന്നാലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പം ആ മനസ്സിനെ അപേക്ഷിച്ചാണ് ഏത് മനുഷ്യനും മുന്നോട്ട് പോകുന്നത്. അവൻ്റെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവന് ചിലപ്പം പറ്റാതെ വരും. അപ്പം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൾട്ടിപ്പിൾ പ്രോബ്ലം ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു, വലിയൊരു പേര് കേട്ട ഒരു കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിലൊരു കുട്ടി ഇങ്ങനെ ജനിക്കുകയാണ്. അവന് വിഷൻ പ്രോബ്ലം ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലങ്ങളോടുകൂടി ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അന്ന് തൊട്ട് അവന് ഓവർ കെയറിങ് ആണ്. ഓവർ കെയറിങ് അല്ല നമ്മളൊരു കുഞ്ഞിന് കൊടുക്കേണ്ടത്, നമ്മളൊരു കുഞ്ഞിനെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു ഓവർ കെയറിങ്ങിലല്ല നമ്മളുടെ ഒരു പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആ കുഞ്ഞിനെ വളരാൻ പഠിപ്പിക്കണം. ആ കുഞ്ഞ് വളരുമ്പോൾ അവന് നടക്കാൻ കഴിയുന്നുണ്ടോ? 8 വയസ്സ് വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ചുമലിൽ ചായച്ച് കിടത്തി സ്കൂളിൽ കൊണ്ടുവിട്ടു. ഒരു വിഷൻ പ്രോബ്ലം മാത്രമുള്ള ഒരു അമ്മ അങ്ങനെ പറഞ്ഞാൽ അത് ആരുടെ പരാജയമാണ്? ആ അമ്മയുടെ പരാജയമാണ്. ഒരിക്കലും 8 വയസ്സ് പ്രായമുള്ള വിഷൻ പ്രോബ്ലം മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കുട്ടിയെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമലിൽ തട്ടി സ്കൂളിൽ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല. അവിടെ ആരാണ് പരാജയപ്പെട്ടത്? ആ അമ്മയാണ് പരാജയപ്പെടുത്തിയത്. അത് സ്വയമേ തന്നെ അവരെ പരാജയപ്പെടുത്തുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കുഞ്ഞാണെന്ന് എന്തായാലും അറിയും അല്ലേ? പക്ഷെ നമ്മൾ അവിടെ എന്താണ് കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സിന്റെ സങ്കടമൊക്കെ മാറ്റി വെച്ച് നമ്മളൊരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. അവന് എന്താണ് അവന്റെ വളർച്ചയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ആര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ കുഞ്ഞിനെ നമ്മൾ വിഷൻ പ്രോബ്ലം ഉള്ള കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി, ഡോക്ടർ നമ്മളെ അറിയിച്ചു. അതൊരു പക്ഷെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന
അതായത് ഇപ്പം നമുക്ക് ഞരമ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചികിത്സിച്ച് വ്യത്യാസപ്പെടുത്താൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെയല്ല, കണ്ണിൻ്റെതായിട്ടുള്ള കോർണിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവന് ആ തുടക്കത്തിലെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ തയ്യാറാവും. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ, അല്ല സർജറി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവന് ഒരു കാഴ്ചയുടെ ലോകം സമ്മാനിക്കാൻ കഴിയും. അവനൊരു ജീവിതം, പുതിയൊരു ജീവിതം സമ്മാനിക്കാൻ കഴിയും. അതല്ല, അങ്ങനെയല്ലാത്ത ഒരവസ്ഥയാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അവനൊരു കാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒറ്റയ്ക്ക് പോകാനോ ഒറ്റയ്ക്ക് വരാനോ വിടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാലവും, ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അവനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഞങ്ങളാണ് അവന് ചോറ് വാരി കൊടുക്കുന്നത്, ഞങ്ങളാണ് അവന് കറി വാരി കൊടുക്കുന്നത്. അതല്ല ഒരു പാരന്റിങ്. എന്താ ചെയ്യേണ്ടത്? ആ പാരന്റ് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ജനിച്ചു കഴിഞ്ഞാൽ അവൾ വളരുന്ന കാലഘട്ടത്തിൽ അവൾ ഓരോ പ്രായത്തിലും ഒരു സാധാരണ കുട്ടിയെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് പോലെ, ചെറിയൊരു കുട്ടിയായിരിക്കാം, സാധാരണ ഒരു കുട്ടി സ്വയം പരിശീലിക്കുന്നത് പോലെ ഈ അമ്മ അല്ലെങ്കിൽ ഈ അച്ഛൻ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യുക? അവനെ കൂടെ കൂടെ ചേർത്തുക. എന്നിട്ട് അവനെ നടത്തിക്കുക, അവനെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ ഹെലൻ കെല്ലർ എല്ലാ തരത്തിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ടീച്ചർ വന്നതോടുകൂടിയാണ് ഹെലൻ കെല്ലറിന്റെ ജീവിതം മാറുന്നത്, അല്ലേ? അതുപോലെ അത് വെള്ളത്തിൽ എഴുതിയത് കൊണ്ടാണ് ഹെലൻ കെല്ലറിന് അത് മനസ്സിലാക്കാനും ആ രീതിയിൽ ഉചിതമായ ആ ടീച്ചറിന്റെ ഇടപെടൽ കൊണ്ട് ഹെലൻ കെല്ലറിന്റെ ജീവിതം ഒരുപാട് മാറ്റത്തിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും നമുക്ക് എന്താണ് ഇവർക്ക് കൊടുക്കേണ്ടത്, ഏത് സാഹചര്യത്തിലുള്ള അറിവാണ് നമ്മൾക്ക്? ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആള് എന്ത് പ്രശ്നമാണ്, ഈ കുഞ്ഞ് എന്ത് പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നിടത്താണ് ഇവന്റെ പരിഹാരം കിടക്കുന്നത്. അത് ഇവന്റെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾക്ക്, ബാഹ്യമായി നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ എന്ത് പറ്റും? ഇവന്റെ അച്ഛനമ്മമാർക്ക്, ഇവനെ പോലെയുള്ള കുട്ടികൾ ജനിച്ചിട്ടുള്ള അച്ഛനമ്മമാരുടെ രീതികൾ കണ്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഗ്രാമമേഖലയിലോ അല്ല എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് സംസർഗം കുറവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അവന് ആവശ്യമായിട്ടുള്ള വളരാനുള്ള സാഹചര്യം അത് ഒരുക്കി കൊടുക്കുക. ഏത് രീതിയിലാണോ അവനത് ഒരുക്കി കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം അവനത് ഒരുക്കി കൊടുക്കുക. അവന് വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം എങ്ങനെയാ കൊടുക്കുക? ഒരു കാഴ്ചയില്ലാത്ത കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെങ്ങനെയാ കണ്ണു കാണോ, വായിക്കാനാവോ, അവനെങ്ങനെ സ്കൂളിൽ വിടാന്നൊന്നും അറിയാത്ത പാരന്റ്സ് ഉണ്ടാവും. ഇന്നൊക്കെ കുറെ കുറവാണ് കേട്ടോ. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് വായിച്ചറിയാനുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ടും ഒരിടത്ത് ഉണ്ടെങ്കിലും ഒരിടത്ത് പണ്ടൊക്കെ ചികിത്സേന്റെ കാര്യങ്ങളാണ് ഇങ്ങനെ പ്രചരിച്ചിരുന്നെങ്കിൽ ഇന്നൊക്കെ കുറേയൊക്കെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ രീതിയിൽ കുറെ കുട്ടികൾ ഇടപെടുന്നുണ്ട്, വരുന്നുണ്ട്, വിദ്യാഭ്യാസം സിദ്ധിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ 5 വയസ്സ് വരെ വളർത്തുമ്പോൾ തന്നെ അവനെ സ്വയമായിട്ട് ചോറ് വാരി കഴിക്കാനും പിന്നെ എന്താണ് അവന്റെ ആവശ്യങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവനെ മനസ്സിലാക്കി കൊടുക്കാനും ആര് തയ്യാറാവണം? അച്ഛനും അമ്മയും തയ്യാറാവണം. ചിലപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സാഹചര്യം വരും. 57 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയില്ല മരണം എന്ന് പറയുന്ന സമയം ഏത് സമയത്താണ് നമ്മളിലേക്ക് വരിക. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒരിക്കലും ഇതുപോലത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മളിൽ ഡിപ്പെൻഡഡ് ആക്കി ഒരിക്കലും വെക്കരുത്. അങ്ങനെ വച്ച് കഴിയുമ്പോൾ അവന് നാളത്തെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവന് ഞാൻ സ്വയം എന്ത് തിരയണം എന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ട്രെയിനിങ് ഈ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് അറിയാം, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്ന് എനിക്ക് എല്ലാം കഴിയുന്നവനായി മാറി വരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും, അല്ലേ? അപ്പം അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം. അങ്ങനെ ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ
ജനിച്ച ഉടനെ സാധാരണ നമ്മുടെ മക്കളോട് ഇടപഴകുന്നത് പോലെ നമ്മൾ ഈ കുഞ്ഞിനോടും ഇടപഴകുക. സാമൂഹ്യപരമായിട്ടുള്ള ചടങ്ങുകളിൽ നമ്മൾ കുടുംബപരമായിട്ട് പോകുമ്പോൾ നമ്മളുടെ കുട്ടികളെ കൂടി കൊണ്ടുപോകുന്നത് മാത്രമല്ല, അവൻ എൻ്റെ കുടുംബത്തിൽ ഒരസറ്റ് തന്നെയാണ്, അസത്തല്ല എന്നുള്ള രീതിയിൽ തന്നെ മക്കളെ പരിചയപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞിനും കിട്ടും. അല്ലാതെ ഞാൻ എൻ്റെ മകനെ വളർത്തി, ഞാൻ എൻ്റെ മകനെ 30 വയസ്സ് വരെ വളർത്തി, എനിക്കാണ് എല്ലാ ക്രെഡിറ്റും എന്ന് പറയുന്നതിലല്ല. താനേ വളർന്ന മരത്തിന് വളമൊഴിച്ചത് ഞാനാണ്, കറി ഒഴിച്ചത് ഞാനാണെന്ന് പറയുന്നതിലല്ല കാര്യം. എന്ത് ചെയ്യണം? ഒരു പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വളരാനുള്ള സാഹചര്യം അവന്റെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ, ഒരിക്കലും ഒരു പീഡനം ആവരുത്. മാതാപിതാക്കളുടെ വളർത്ത്, ഒരു അച്ഛനമ്മമാരുടെ വളർത്ത് ഒരിക്കലും ഒരു പീഡനം ആവരുത്. എന്ത് വേണം? അച്ഛനമ്മമാരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അവർക്ക് മനസ്സുണ്ട്, അവരുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ അവനെ എങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാം. ഈ വളർന്നു വന്നവൻ നാളെ ഒരു ജീവിതമുള്ളവനാണ്. ഈ വളരാനുള്ളവൻ, ഈ നമ്മുടെ കുഞ്ഞിനും ഒരു ജീവിതം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ അടിത്തറ എവിടെ തുടങ്ങണം? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അല്ലാതെ പുറത്തിട്ട് അവൻ എൻ്റെ മോനെ കാണുമ്പോൾ അവന് എൻ്റെ മോനെ ബഹുമാനിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മകന് ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിലാണ് എൻ്റെ മകനെ അംഗീകരിക്കണമെന്ന് മറ്റുള്ളവർക്ക് തോന്നുക. ഞാൻ മറ്റൊരിടത്ത് പോയിട്ട് പറയാണ്, എൻ്റെ മകനെ ഒന്നിനും കൊള്ളില്ല, അവന് കണ്ണ് കാണില്ല, അവൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവൻ പറയണതൊന്നും കേൾക്കണ്ട, അവന് ചെവി കേൾക്കില്ല, അവൻ അവിടെ ഇരിക്കുകയാണ്, അവന് ഒരാശയവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അവൻ പറയണതൊന്നും കേൾക്കേണ്ടതല്ല. അതുപോലെ തന്നെ വല്ല വികലാംഗാവസ്ഥ ഫേസ് ചെയ്യുന്നവനാണ്. അപ്പൊ അവന് ഒരു പക്ഷെ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവും, അവന് മനസ്സും ഉണ്ടാവും, അവന്റെ പക്വതയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് പറയാണ്? അവനൊരു ഡിസേബിൾഡ് ആണ്, അവനെ പരിഗണിക്കേണ്ട കാര്യമില്ല, അവന്റെ അഭിപ്രായങ്ങൾ മുഖവരിക്കരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പൊ ആ പറയുന്നത് ആരാണ്? നമ്മൾ അച്ഛനമ്മമാരുടെ, അല്ലെങ്കിൽ വലിയ ഒരു ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ ആ കുടുംബമാണത് പറയണത്. അവൻ എന്തെങ്കിലും പറയാനുണ്ടോ? അവനൊരു മനസ്സുണ്ടോ? അവനൊരു ജീവിതം നാളെ ജീവിക്കാനുള്ളവനാണോ അതോ അടിച്ചമർത്തപ്പെടാനുള്ളവനാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അച്ഛനമ്മമാര് നമുക്കിട്ട് തരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളാണ് എന്ത് തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കുന്നത് ഇവൻ വളരണോ വേണ്ടയോ, ഇവൻ ഉയരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ അച്ഛനമ്മമാര് ഇട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളായിരിക്കും. അല്ലാതെയുണ്ട്, സ്ട്രഗിൾ ചെയ്ത് വരുന്നവർ ഒരുപാടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചെറുപ്പകാലങ്ങളില്, ബാല്യകാലങ്ങളില് അച്ഛനമ്മമാർക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോരെങ്കിൽ നമ്മളിപ്പോ ഒരു കുട്ടി ജനിച്ചു, ആ ഒരു ചെറിയ കാലങ്ങളിൽ വേണ്ട ട്രെയിനിങ് അവന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കൊടുക്കുമ്പോൾ അവന് സ്കൂളിൽ ചേർത്താനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സാധാരണ സ്കൂളുകളിലും കുട്ടികളെ ചേർത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഡിസേബിൾഡ് ആണെങ്കിൽ അവർക്കൊരു ആയൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ, വലിയ പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ സ്കൂളുകൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിസോഴ്സ് ടീച്ചർമാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണു 5 കുട്ടികളൊക്കെയാണ് ഒരു സ്കൂളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളതെങ്കിൽ ആ സ്കൂളിന് ഒരു റിസോഴ്സ് ടീച്ചർ ഉണ്ടാവും. അപ്പൊ അവരെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും പഠന സംബന്ധമായിട്ട് ലഭ്യമാക്കി കൊടുക്കാൻ അവർക്ക് പറ്റും. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പൊ ശ്രവണ സംബന്ധമായും സംസാര സംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളുകളുണ്ട്. കാരണം അവിടെയുള്ള കുട്ടികൾ മിക്കവാറും ആംഗ്യ ഭാഷയാണല്ലോ അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കണ്ണൂർ മലബാർ ഭാഗത്ത് ഒരു സ്കൂളുണ്ട്, അല്ലാതെയും ഒരുപാട് സ്കൂളുകളുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എന്ന് പറയുകയാണെങ്കിൽ ബ്ലൈൻഡ് ആണ്, വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പരമാവധി ബ്രെയിൽ ലിപി പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഉപയോഗം പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുറേയൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യണം. എല്ലാം
കഴിഞ്ഞ് ഒരു 10-35 വയസ്സ് 10-36 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതങ്ങോട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെയേറെ കാലിബറുള്ള ഒരു കുട്ടിക്ക് ഒരു പക്ഷെ പറ്റിയെന്ന് വരും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഏതെങ്കിലും അച്ഛനമ്മമാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള മക്കളുകൾ ഒന്നിനും കൊള്ളില്ല എന്ന ലേബലോടുകൂടി വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ മാറ്റിപ്പിടിക്കണം. അവനായിരിക്കാം ഒരുപക്ഷെ നാളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരത്താണിയായിട്ട് മാറാൻ പോകുന്നത്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യത്തോട് നിങ്ങൾ മുന്നിൽ വച്ചാൽ ഒരു പക്ഷേ ഈ മകൻ അല്ലെങ്കിൽ മകൾ നാളെ നിങ്ങൾക്കൊരു അത്താണിയായിട്ട് വരില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബ്ലൈൻഡ് സ്കൂളുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്കൂള് കാസർഗോഡ് ജില്ലയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എയ്ഡഡ് സ്കൂൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. പിന്നെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ബ്ലൈൻഡ് സ്കൂളുകളൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തിട്ടുള്ള പഠനമാണ് വേണ്ടെങ്കിൽ അങ്ങനെ അല്ല, കൂടുതൽ നല്ലത് സാധാരണ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് സാധാരണ ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ടുള്ള ജീവിതമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എങ്കിലേ അവന് ജീവിതം പഠിക്കാൻ കുറച്ചും കൂടി, കാരണം എന്നെ പോലെ ചിന്തിക്കുന്നവന് എന്നെ മനസ്സിലാവും. അതാണ് ഇപ്പം നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഇപ്പൊ രണ്ട് കാഴ്ചയില്ലാത്തവർ ഒന്നിച്ചിരിക്കുമ്പോൾ ഭയങ്കര അടുപ്പത്തിൽ ഒരുപാട് സംസാരിക്കും. പക്ഷെ ഒരുപാട് മിങ്കിൾ ചെയ്യും. അവർ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പക്ഷെ ഒരു സാധാരണ ഒരു വൈകല്യം ഇല്ലാത്ത ഒരാളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇവനോട് ഞാൻ എന്താ ചോദിക്കുക, ഇവൻ എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവോ, ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് എങ്ങനെയായിരിക്കും, ഒരു കൺഫ്യൂഷനാണ് ഇവരുടെ ഉള്ളിൽ. കാരണം ഇവര് കടന്നു പോകുന്ന കാര്യങ്ങൾ ഇവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഇവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു എന്തോ ഒരു പ്രശ്നമാണ് ആ ഒരു സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ ഇവനൊരു സംശയം, ഇവനൊരു വൈകല്യം ഉള്ളവന്റെ സംശയം എന്തായിരിക്കും, ഞാൻ പറയുന്നത് അതേ അളവിൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ, അതായിരിക്കും ഇപ്പുറത്തെ ഭാഗത്തുള്ള ആളുടെ കൺഫ്യൂഷൻ. അതുകൊണ്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പുറത്തെ ആളും മിണ്ടാതിരിക്കും, ഇപ്പുറത്തെ ആളും മിണ്ടാതിരിക്കും. പക്ഷേ ഇങ്ങനെ ഉള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് നല്ലൊരു പിന്നെ ഇത് വരുന്ന ആൾക്കാരുണ്ടാവും. നല്ല സിങ്ക് ആവാൻ പറ്റുന്ന ചില പേഴ്സണാലിറ്റി ഉള്ള നോർമൽ പേഴ്സൺസ് ഉണ്ട്. അവരോട് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതെന്താ കാരണം അവരുടെ ഔട്ട്ലുക്ക് വ്യത്യാസമാണ്, നമ്മുടെ ആ ഒരാളിന്റെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം മാത്രമാണ് അവിടെ ഉള്ളത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾക്ക് എങ്ങനെ അംഗീകരിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് അറിയില്ല. മനസ്സുകൊണ്ട് മനസ്സിനെ മനസ്സിലാക്കുന്ന രീതിയല്ല. നമ്മളെന്താണ്, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് മൂക്കുണ്ട്, എനിക്ക് കാലുണ്ട്, ഇവൻ ഇതൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവന് മനസ്സിലാവില്ല. മനസ്സിലായോ? കണ്ണ് കാണില്ല എന്നുള്ള ഒരവസ്ഥ കൊണ്ട് നമ്മൾ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും മനസ്സിന്റെ വളർച്ചയൊക്കെ അളക്കുകയാണ്. അതിലൊരു കാര്യവുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവന്റെ മനസ്സ് വളർന്നിട്ടുണ്ടോ എങ്കിൽ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അനുഭവിക്കാനുള്ള അർഹത ഒരുക്കി കൊടുക്കണം, അല്ലെ? അവന്റെ ജീവിത സാഹചര്യത്തിൽ അവനൊരു പാരന്റ് ആവേണ്ടതാണ്. നാളെ അവന് ഒരു പാരന്റ് ആവണമെങ്കിൽ ഇന്ന് ആരെന്ത് ചെയ്തു കൊടുക്കണം, ഇന്ന് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം, അവന് നല്ലൊരു പാരന്റിങ് കൊടുത്താലാണ് നാളെ അവനൊരു നല്ല പാരന്റ് ആവാൻ പറ്റുക. അല്ലെങ്കിൽ അവനത് പറ്റില്ല. അവന് ഇങ്ങനെ എന്താ സംഭവിക്കണേ, അയ്യോ എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നു, അയ്യോ എന്താ പറ്റണേന്ന് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ വെപ്രാളം പിടിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. ജീവിതത്തിൽ പല തകർച്ചകളും വരും, പല പ്രശ്നങ്ങളും വരും. വേണ്ട, ഈ പാരന്റ് എന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ ഈ പിന്നെ വിഷ്വലി പാരന്റ്സ് കെയർ ചെയ്യുന്ന, അതായത് ഓവർ കെയർ ഇട്ട് വളർത്തുന്ന പാരന്റ്സ് ആരെങ്കിലും ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടി വിഭ്രാന്തിയിലാവും. പിന്നെ അവന് മുന്നോട്ട് നടക്കാനാവില്ല, എന്ത് ചെയ്യണമെന്ന് അവന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്താ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ സ്റ്റക്കാവും. അതല്ല വേണ്ടത്. അവന് ഏത് സാഹചര്യം ജീവിതത്തിൽ വന്നാലും, ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും അതൊന്ന് മുന്നോട്ട് തുഴയണമെങ്കിൽ, നമുക്ക് ആ തുഴ വെച്ച് ശക്തിയായിട്ട് തുഴയണമെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പോസിറ്റിവിറ്റി അവനിൽ ഉണ്ടാവണം. അവന്റെ കുടുംബത്തിൽ നിന്നാണ് എന്ത് കിട്ടുക, അവന് ആ പോസിറ്റിവിറ്റി ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി ജനിച്ച് അത് അംഗീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് അവർ ഫാമിലി ഫങ്ഷൻസിനൊന്നും കൂട്ടില്ല കുട്ടികളെ. എന്നോട് തന്നെ ഒരമ്മ
എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെട്ടാ, ഇങ്ങനെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ, പിന്നെ അല്ലാതെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള പാരൻസിനെയും അങ്ങനെയുള്ള കുട്ടികളെ എനിക്ക് ഒരുപാട് പരിചയപ്പെട്ടാ. അപ്പം ഞാനൊരു ദിവസം എന്നോടൊരമ്മ സംസാരിക്കാം, നീ എല്ലാ കല്യാണത്തിനും പോവല്ലേ? കുറേ വർഷം മുമ്പാട്ടാ, ഇപ്പം ഞാനിപ്പോൾ അധികം കല്യാണ ഫങ്ഷൻസിനൊന്നും പോകുന്നത് കുറവാണ്. അപ്പം അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ എന്നോട് ഒരമ്മ പറയാണ്, നീ കല്യാണത്തിനൊക്കെ പോവുമല്ലേ, നിന്റെ അച്ഛനൊക്കെ നിന്റെ അമ്മ അവിടെയൊക്കെ കൊണ്ടുപോകുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അവർ അതിനെന്താ, ഞാൻ പോകാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ നാവെടുത്തപ്പേന് അവർ പറയാണ് എന്നോട്, എൻ്റെ മകനെ ഞാൻ എവിടെയും കൊണ്ടുപോകാറില്ല, അവന് കണ്ണു കാണില്ല, എൻ്റെ മകനെ ഞാൻ എവിടെയും കൊണ്ടുപോകാറില്ല എന്ന് ചോദിച്ചാൽ എന്താ, ഞങ്ങളൊക്കെ പോകാറുണ്ടല്ലോ, എൻ്റെ അമ്മയൊക്കെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും, ഒരു സാധാരണ കുട്ടീനെ ഇടപഴകിക്കുന്ന പോലെ എല്ലായിടത്തും കൊണ്ടുപോകും, അമ്പലത്തിൽ കൊണ്ടുപോകും, ഉത്സവത്തിന് കൊണ്ടുപോകും, അങ്ങനെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുപോയി വളർന്നു വന്നിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതെന്താണ് അങ്ങനെയെന്നുള്ളൊരു രീതിയിൽ ഞാനിവരെ സംശയിച്ചു നോക്കിയപ്പോൾ ഇവരെൻ്റെ മുഖത്ത് നോക്കി പറയാണ്, എന്നെ എല്ലാവരും തുറിച്ചു നോക്കുന്നു. അതായത് ഈ വൈകല്യമുള്ള മോനെയും കൊണ്ട് ഈ സുഖമില്ലാത്ത മീൻസ് കണ്ണിന് കാഴ്ചക്കുറവ് മാത്രമേ ഉള്ളൂ ഈ മകനെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ തുറിച്ചു നോക്കും. അതായത് പൊതുസമൂഹം എന്നെ തുറിച്ചു നോക്കും, അതുകൊണ്ട് ഞാൻ ഇവനെ കൂട്ടി നടക്കാറില്ല. മനസ്സിലായോ? അതാ ഒരു പ്രസവിച്ച ഒരമ്മയുടെ വായിൽ നിന്നാണ് ഈ ഒരു വാക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ് ആ തുറിച്ചു നോക്കുന്നത്? മേ ബി ഒരു പക്ഷെ എന്തായിരിക്കും അവരെ അങ്ങനെ നോക്കിയതിന്റെ കാരണം എന്തായിരിക്കും? ഒരമ്മ ഒരു വികലാംഗനായ ഒരു കുട്ടിയെ കെയർ ചെയ്യാണ്, അവനെ കൊണ്ടുപോവാണ്, അഭിമാനത്തോടെയാണ് ആ അമ്മയ്ക്ക് തോന്നേണ്ടത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് എനിക്ക് അഭിമാനമാണ്, എന്നെ കാണുന്നത് അഭിമാനമാണ് എന്നല്ല ആ അമ്മ ചൂളിപ്പോവാണ്. ഒരുപാട് പ്രായമായിട്ട് ഉള്ള ഒരമ്മയാണ് ആ സമയത്ത് പറഞ്ഞത്. അപ്പൊ ആ ചെറുപ്പകാലം മുതൽ ആ മകൻ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ എന്തായിരിക്കും? അമ്മ പോലും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകണില്ല, അമ്മ പോലും തന്നെ പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല. അമ്മയ്ക്കല്ലേ ഒരു മകനെ സൊസൈറ്റിയുമായിട്ട് ഇടപെടിക്കാൻ പറ്റുക? ആ അമ്മയിൽ നിന്ന് പോലും ആ കുഞ്ഞ് അനുഭവിച്ചു വന്നിരുന്ന അതിന്റെ ബാല്യകാലം എത്രത്തോളം മോശമായിരിക്കും. ഈ കുഞ്ഞ് അപ്പൊ ഒരു കുഞ്ഞ് ഉള്ള അവസ്ഥയിൽ അടുത്ത കുഞ്ഞ് ജനിക്കുന്നു, ഈ കുഞ്ഞ് തീർത്തും ഒറ്റപ്പെട്ടു പോവാണ്. ഈ കുഞ്ഞിന് വേണ്ട കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ, കാരണം അങ്ങനെ കൊടുക്കാത്തവരുണ്ട് എന്നല്ല കേട്ടോ, അങ്ങനെ കൊടുക്കാത്തവരാണ് എല്ലാം എന്നല്ല, ചില ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞ് നാളെ വളർന്നു വരാനുള്ള സാഹചര്യങ്ങളൊന്നും കൊടുക്കാതെ ഇവന് എപ്പോഴും പരിഹാസവും അവഗണനയും ആ ഒരു മെന്റാലിറ്റിയിൽ അഥവാ വളർന്നു വന്ന് അവന്റെ പരിഹാസവും അവഗണനയും ആ ഒരു മെന്റാലിറ്റിയിൽ അഥവാ വളർന്നു വന്ന് അവന്റെ ഉള്ളിൽ അമർഷമായി, പകയായി, വെറുപ്പായി, ദേഷ്യം പൊട്ടിത്തെറിക്കും അല്ലെ? അവൻ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവന് എല്ലാവരോടും ദേഷ്യമാണ്, അവൻ പൊട്ടിത്തെറിയാണ്. എന്തായിരിക്കും അവന്റെ ഉള്ളിലെ സംഘർഷം എന്നുള്ളത് ആർക്കറിയാൻ പറ്റില്ല. അവനുമായിട്ട് സിങ്ക് ആവണം നമ്മള്, അപ്പോഴാണ് നമുക്ക് അവന്റെ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ അറിയാൻ പറ്റുക. അവൻ എന്താ ചിന്തിക്കുന്നത്, അവന്റെ മനസ്സിൽ എന്താ ഓടണേന്ന് നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് സ്വന്തം മാതാവിന് അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കത് കഴിയും? പിന്നെ ആർക്കാണ് അത് കഴിയുക? ആർക്കും അത് കഴിയില്ല. പക്ഷെ ആ കുട്ടി സ്ട്രഗിൾ ചെയ്ത് വന്നു, ആ കുട്ടി സ്വന്തം കഴിവില് സ്ട്രഗിൾ ചെയ്ത് വന്നു, അവനൊരു സ്റ്റേബിളായി വരുമ്പോ എന്ത് ചെയ്യും? കാരണം എൻ്റെ മറ്റേ കുട്ടിക്ക് കൂടി എന്ത് വേണം? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അപ്പൊ ഞാൻ എന്ത് വേണം? ഏർണിങ്സ് എല്ലാം നമുക്ക്, കഷ്ടപ്പാടെല്ലാം അവന്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുവരെ അംഗീകരിക്കാത്ത പാരന്റ്സ് ആയാലും അതുവരെ അംഗീകരിക്കാത്ത ഫാമിലി മെമ്പേഴ്സ് ആയാലും യെസ് അവനൊരു ഗവൺമെന്റ് ജോലി കിട്ടാണ്, അല്ലെങ്കിൽ അവനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? വട്ടത്തിൽ വരും. കാരണം അന്ന് ഇവര് വളരെ പുച്ഛത്തിൽ നിന്നിരുന്ന ആളായിരിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് വളർന്നൊക്കെ വന്ന് അവൻ ഒരു നിലയിൽ വന്നു കഴിയുമ്പോ ചുറ്റിലും ആൾക്കാരായി, കളറായി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ നമ്മൾ നമ്മുടെ മക്കളെ അംഗീകരിക്കേണ്ടത്? അല്ല, ഒരിക്കലും. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി എന്നുള്ള ക്രെഡിറ്റിലല്ല കാര്യം. മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി എന്ത് ചെയ്തു? നമ്മുടെ മക്കളുടെ ഏർണിങ്സ് അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ മക്കളിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നു അല്ല ചിന്തിക്കേണ്ടത്. അതിന് പകരം നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുത്തു, അതിന് നമുക്ക്
സന്തോഷാണ്. 1 രൂപ നാണയം വെച്ചോളൂ. ഇന്ന് വരെ ഞാനിപ്പോ എന്റെ അമ്മയോട് പറയണം, അമ്മേ ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചു തരട്ടെ? വേണ്ട, എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് മേടിച്ചാൽ മതി. പക്ഷെ 30,000 രൂപയോ 40,000 രൂപയോ ഏണിങ്സ് ഉള്ള ഒരു മകന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസക്ക് ആഡംബരപരമായി AC വാങ്ങുക, കാറ് വാങ്ങുക, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിട്ട് ഞങ്ങൾക്ക് അവന്റെ കാശൊന്നും വേണ്ടട്ടാ, ഞങ്ങൾക്ക് അവന്റെ പൈസയൊന്നും വേണ്ടട്ടാ, ഞങ്ങളതൊന്നും എടുക്കാറില്ലട്ടാ. അതല്ല പാരന്റിങ് ഒരിക്കലും. അവനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുക. നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ അവനെ സ്നേഹിച്ചു തുടങ്ങുക. അവന് ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ അവന് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അവൻ ആ വൈകല്യമുള്ള അവസ്ഥയിൽ അവൻ അംഗീകരിക്കുക. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില കുട്ടികൾ, ഈ വലിയ ഫാമിലിയിലൊക്കെ ഉള്ള ചില കുട്ടികൾ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ചിലവർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, ബ്രെയിൽ ലിപിയൊക്കെ പഠിപ്പിക്കും, ആക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്ന അറിയോ അവരാ കുട്ടി ബ്രെയിൽ ലിപിയിലാണ് പഠിക്കുന്നതെന്നോ ആ കുട്ടിക്ക് വിഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവൻ അങ്ങനെയാണ് കടന്നു വരുന്നതെന്നൊന്നും സൊസൈറ്റിയോട് പറയാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ ബ്രെയിൽ ലിപിയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് മാറ്റിക്കളയും ഗസ്റ്റുകൾ വരുമ്പോൾ. കാരണം എന്താ, ഈ കുട്ടി കാരണം ഇപ്പൊ ഞാനൊരു വിഷ്വലി ഇമ്പേർഡാണ്, പക്ഷെ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്താവില്ല, മനസ്സിലാവില്ലേ ഞാൻ കാഴ്ചയില്ലാത്തതാണെന്ന്. അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ടതാണോ എന്റെ മകളുടെ അല്ലെങ്കിൽ എന്റെ മകന്റെ കാഴ്ചയില്ല എന്നുള്ള അവസ്ഥ? ഒളിപ്പിച്ച് സൊസൈറ്റിയിൽ നിന്ന് മറച്ചു പിടിക്കേണ്ടതാണോ? അവൻ ആ സൊസൈറ്റിയിൽ, അവനായിട്ട് അംഗീകരിക്കുന്ന സൊസൈറ്റിയിൽ അവനെ ജീവിക്കാൻ അനുവദിക്കണം. അവനാവശ്യമായ രീതിയിൽ ജീവിത സ്വാതന്ത്ര്യം, ജീവന് നിലനിർത്തുന്നത് പോലെ തന്നെയാണ് അവനവന്റെ ജീവിത സാഹചര്യം അവനെ ഒരുക്കി കൊടുക്കുക, അവന്റെ ജീവിതാവകാശം അവന് കൊടുക്കുക എന്നുള്ളത്. അത് കൊടുക്കുന്ന പാരന്റ്സ് ആണ്. അങ്ങനെയുള്ള പാരന്റ്സിന് ഇങ്ങനെയുള്ള മക്കൾ ജനിക്കുമ്പോഴാണ് സംതൃപ്തിയിലേക്ക് പോകുന്നത് ഓരോ ഡിസേബിൾഡ് ആയിട്ടുള്ള ജീവിതവും ആളുകളുടെ ജീവിതവും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതിന്റെ പിറകില് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ കാണണം. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.